ഹായ്, ജോഷി ചെള്ളി, എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. നമുക്കിന്ന് സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയാണ് സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്, അതിനെക്കുറിച്ച് നോക്കിയാലോ. സാധാരണ കെട്ടിടങ്ങളിൽ എന്തൊക്കെയോ ഒരു ഫാറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവാം, സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീകേ സംഭവിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ അത് ബിൽഡിങ്ങിന്റെ സ്ട്രെങ്തിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ ആവശ്യമാണ്. ഒരു വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഒരു അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നടത്താവുന്ന ഒന്നാണ് സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഇൻസ്പെക്ഷനിൽ എന്തൊക്കെയാണ് അതിനകത്ത് നോക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ എത്തിയാൽ ആ ബിൽഡിങ്ങിന്റെ ഫ്രെയിം എന്താണ്, അപ്പോൾ അതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്താണ്, ബീം ഉണ്ടെങ്കിൽ ബീമിന്റെ കപ്പാസിറ്റി എന്താണ്, കോളംസ് എന്താണ്, സ്ലാബ് എന്താണ്, അതായത് നമ്മുടെ ഒക്യുപ്പൻസ് ലോഡ് വരുന്ന സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും ഫെയിലിയർ സാധ്യത ഉണ്ടോ എന്ന് വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെ നമ്മൾ ആദ്യം കണ്ടെത്തുക ചെയ്യുക. അപ്പൊ ഇതെന്തൊക്കെയാണ് സ്ട്രക്ചറൽ ഇൻസ്പെക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അസസ്മെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നടത്തുന്ന വിഷ്വൽ ഇൻസ്പെക്ഷൻ തന്നെയാണ്. വിഷ്വൽ ഇൻസ്പെക്ഷനിൽ എന്തൊക്കെ കാണാൻ പറ്റും, അതിൽ ഫിസിക്കലി എന്തെങ്കിലും ക്രാക്കുകൾ ഉണ്ടോ, ഇല്ലെങ്കിൽ അത് ഇപ്പം വാട്ടറുമായിട്ട് കണക്ട് ചെയ്ത ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ വെതറിങ് മൂലം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇനി അതല്ലെങ്കിൽ എവിടെയെങ്കിലും സെറ്റിൽമെന്റ് സംഭവിച്ചിട്ടുണ്ടോ. ചില കെട്ടിടങ്ങളൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടാവാം. ഇങ്ങനെ കെട്ടിടങ്ങളിൽ ആ സെറ്റിൽമെന്റിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷ്വലി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പൊ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ചേഞ്ചസോ ക്രാക്കുകളോ, അത് ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീക്കേഡ് അവസ്ഥാന്തരങ്ങളാവാം, ഇങ്ങനെയുള്ള കാണുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യൽ ചെയ്യേണ്ട കാര്യം. അടുത്തത് അതിന്റെ മെറ്റീരിയൽ അസസ്മെന്റ് ആണ്. എല്ലാ കെട്ടിടങ്ങളും എങ്ങനെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക? പലതരം മെറ്റീരിയൽസ് ആണ് അല്ലെ. ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്, കോൺക്രീറ്റിനുണ്ടാവാം, സ്റ്റീൽ ഉണ്ടാവാം, അല്ലെങ്കിൽ കരിങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഈ ഉള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിലെല്ലാം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം സ്റ്റീൽ റിലേറ്റഡ് ആണെങ്കിൽ അതിനകത്ത് തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വിഷ്വലി അത് ഡെപ്ത് ഉണ്ടായിട്ടുണ്ട്, അത് ബൾജ് ആയിട്ടുണ്ടോ, കോൺക്രീറ്റിന് എന്തെങ്കിലും ബക്ലിംഗ് സംഭവിച്ചിട്ടുണ്ടോ, ചിപ്പ് ചെയ്ത് പോയിട്ടുണ്ടോ, മോർട്ടാറുകൾ പ്ലാസ്റ്ററിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡീക്കേഡ് ഫോം ഉണ്ടായിട്ടുണ്ടോ, വുഡ് ഡീക്കേഡ് ആയിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നടത്തുക, വിഷ്വലി അതിനകത്തുണ്ടായ കാര്യങ്ങൾ ഒബ്സർവേഷൻ ഡേറ്റ നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ടെക്നിക്കലി ഇൻ ഡെപ്ത് നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള എന്ത് സ്റ്റഡിയാണ് നടത്തുക എന്നുള്ളത് അവിടെ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തൊരു പ്രധാന കാര്യം ഇതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നോക്കുക എന്നുള്ളതാണ്. ഒരു ഇൻസ്പെക്ഷൻ, വിഷ്വൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഫിസിക്കൽ കണ്ടീഷനിൽ ആ ഒരു റൂഫോ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും രീതിയിൽ അത് ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഇന്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ടെക്നിക്കൽ ആയിട്ടുള്ള ലോഡ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ലോഡ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് നടത്തുക എന്നുള്ളതാണ് അടുത്തൊരു പടി. ഈ സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ടൈപ്പ് ഓഫ് നിർമ്മിതികളാണ് ചെയ്യുന്നത്. ഈ നിർമ്മിതികളെല്ലാം ഇന്നത്തെ കോഡ് കംപ്ലൈ ചെയ്യണമെന്നൊന്നും നിർബന്ധം ഉണ്ടാവില്ല. ഇപ്പം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലോഡ് ബെയറിംഗ് സ്ട്രക്ചറുകളായിരുന്നു. അന്ന് ശരിക്കും കല്ലുകള് ചെങ്കല്ലോ അല്ലെങ്കിൽ കരിങ്കല്ലോ ഉപയോഗിച്ച് സുർക്കി മിക്സ് ചെയ്തിട്ടുള്ള വളരെ വിട്ട് കൂടിയ മേസൺറി വാളുകളായിരുന്നു. അത് ചുരുങ്ങി ചെങ്കല്ലിന്റെ കെട്ടുകളിലേക്ക് മാറി. ചെങ്കല്ലിൽ നിന്ന് അത് ചുരുങ്ങി നമ്മളുടെ സോളിഡ് ബ്ലോക്കുകളിലേക്ക് മാറി, ഇഷ്ടികളിലേക്ക് മാറി. അപ്പൊ അങ്ങനെ പല രീതിയിലേക്കും മെറ്റീരിയൽ ടെക്നോളജികൾ മാറി പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അതാത് സമയങ്ങളിലുള്ള കോഡ് കമ്പയർ ചെയ്തിട്ടുണ്ടോ, IS കോഡ്. അപ്പൊ അത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് അതിന്റെ എല്ലാം മാറി ലൈറ്റ് ഗേജ് ബിൽഡിങ്സുകൾ അല്ലെങ്കിൽ സ്റ്റീൽ ബിൽഡിങ്ങുകൾ എന്ന കാലഘട്ടത്തിലേക്ക് പോകുന്നു. അപ്പൊ ഏത് നിർമ്മിതികളാണെങ്കിലും അതിന്റെ ഒരു സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അതിന് കൺസേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഡുകൾ അനുസരിച്ചിട്ട് ആണ് ഇത് നടത്തുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഏതെങ്കിലും രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആ കോഡ് അപ്ഗ്രേഡ് ചെയ്ത കോഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് നോക്കുക എന്നുള്ളതും ഒരു ബിൽഡിംഗ് സ്ട്രക്ചറൽ ഇൻസ്പെക്ടറുടെ ഉത്തരവാദിത്വമാണ്. ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ആ കെട്ടിടത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പലപ്പോഴും പഴയ ബിൽഡിങ്ങുകളായിരിക്കാം. ഇപ്പോൾ 100 വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ചരിത്ര നിർമ്മിതികളുടെ റെക്കോർഡ്സിൽ വന്നിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിൽ അത് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആ ഒരു ആംഗിളിലൂടെ വേണം ഇൻസ്പെക്ഷൻ നടത്താനായിട്ട്. അപ്പം ആ ഇൻസ്പെക്ഷനിൽ എങ്ങനെ ഇത് നിലനിർത്താമെന്ന് വേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കുക, അതിനു വേണ്ടിയുള്ള സ്റ്റഡീസ് ഡീറ്റെയിൽ ആയിട്ട് നടത്തുക എന്നുള്ളതും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നടത്തിയ പല ഇൻസ്പെക്ഷൻസിലും ശരിക്കും 100 വർഷങ്ങൾ മേൽ പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട്. അപ്പൊ ആ കെട്ടിടങ്ങളെല്ലാം പലപ്പോഴും ഇന്നത്തെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതായിരിക്കുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ ആ നിർമ്മിതി റിട്ടേൺ ചെയ്തുകൊണ്ട് പുതിയ ആവശ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള റിനോവേഷൻസ് നമുക്ക് ടെക്നോളജി മൂലം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുകയല്ല അല്ലെങ്കിൽ ഡിമോളിഷ് കളയുകയല്ല ചെയ്യേണ്ടത്, അതിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പുതിയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടെക്നോളജികൾ ചെയ്യുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. സാധാരണ ഒരു സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ ഒരു എഞ്ചിനീയർ നടത്തി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ഓവറോൾ ആയിട്ടുള്ള ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യുകയും ഫോട്ടോസും പിക്ചറിക്കലായിട്ടുള്ള ഡാറ്റകളും എല്ലാം കളക്ട് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിൽ എന്താണ് അവരുടെ പെയിൻസ്, അതെങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈക്ലിക് ലോഡിങ് മൂലം ഫാറ്റിക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫാറ്റിക്കിന്റെ റീസൺസ് എന്താണ്, എവിടെയെല്ലാമാണ് ഫാറ്റിക് കണ്ടിരിക്കുന്നത്, ആ ഫാറ്റിക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഏത് രീതിയിലാണ് എടുക്കേണ്ടത്, എങ്ങനെയുള്ള എല്ലാ റെക്കമെൻഡേഷൻസ് അകത്തുള്ള ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഒരു എഞ്ചിനീയർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പല നിർമ്മിതികളുണ്ട്. ആ നിർമ്മിതികളിൽ തന്നെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്യുപ്പൻസിന് നമ്മളുടെ മനുഷ്യന്റെ സേഫ്റ്റിക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന അപകട ഭീഷണിയുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തി അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ നിർമ്മിതികൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മേഖലയായിട്ട് ഞാൻ കണക്കാക്കുന്നു.